ഭയങ്കര പ്രശ്നമാണ് ഈ നെഗറ്റീവ് പറയുന്നവരുമായിട്ടുള്ള കൂട്ടുകെട്ട്. ശരിക്കും പറഞ്ഞാൽ നിന്നെ നെഗറ്റീവ് പറയാൻ പഠിപ്പിച്ചത് ഈ കൂട്ടുകാരനാ, ഈ കൂട്ടുകാരിയാ. പണ്ട് നീ ഓക്കെ ആയിരുന്നു, പണ്ട് നീ സൂപ്പറായിരുന്നു, ഭയങ്കര വിശ്വാസിയായിരുന്നു, വിശ്വസിച്ച് പലതും നേടുന്നവളായിരുന്നു, വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് പോരാടി ശത്രുവിനെ തോൽപ്പിച്ച് വൻ ജയങ്ങൾ കൊയ്തെടുത്തവനാണ്. പക്ഷെ ഇപ്പം പരാജയമാണ്. അങ്ങനെ പരാജയം വന്നെങ്കിൽ നീ നിന്റെ കൂട്ടുകെട്ടിനെ ഒന്ന് നോക്കിയാൽ മനസ്സിലാകും, എൻ്റെ പരാജയത്തിന്റെ കാരണക്കാരി ഇവൾ ഒറ്റൊരുത്തിയാണ്, ഇവൻ ഒറ്റൊരുത്തനാണ്. സ്തോത്രം. നെഗറ്റീവ് പറയുന്ന ഒരെണ്ണത്തിനെ നിന്റെ ഫ്രണ്ട് സർക്കിളിൽ കൊണ്ടുവരരുത്. ഇനി നിന്റെ റിലേറ്റീവ് ആണെങ്കിലും, ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന കൊച്ചമ്മയാണെങ്കിലും കൊച്ചപ്പനാണെങ്കിലും നെഗറ്റീവ് പറയുന്നെങ്കിൽ ചെവിക്ക്, അതിനുള്ള തൻ്റെ ഇടം നിങ്ങൾ കാണിയില്ലേ, അടുത്ത് വരുമ്പോൾ ചെവിക്ക് പിടിച്ചിട്ട് മാറ്റി എടുത്തിട്ട് വേണം മാറി നിൽക്കണം എന്ന് പറയണം. അന്നേരം നിങ്ങൾ ബ്രദറെ എന്നൊന്നും വിളിക്കണ്ട, സിസ്റ്റർ എന്ന് വിളിക്കണ്ട, മാറി നിൽക്കടി എന്ന് പറയണം. കാരണം ഇത് നെഗറ്റീവ് പറഞ്ഞ് നിന്റെ ജീവിതത്തിനെ കൊല്ലാൻ കയറി വന്ന ക്യാൻസറാ. സ്തോത്രം. ഈ ഒരു പുള്ളിക്കാരി കാരണം, ഈ ഒരു പുള്ളിക്കാരൻ കാരണം ഇവരിന്ന് നെഗറ്റീവ് പറഞ്ഞ് എടാ ഒരു 10 ദിവസം വിളിച്ച് ഓരോ മണിക്കൂർ വെച്ച് നെഗറ്റീവ് പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് മൂളാതിരിക്കാൻ പറ്റുമോ? അവസാനം നിങ്ങൾ പറയും ശരി ആടി നീ പറഞ്ഞത്, തീർന്നു. നെഗറ്റീവിന്റെ ദുരാത്മാവ് കയറി പിടിച്ചതിന്റെ തെളിവാണ് ശരി ആടി നീ പറഞ്ഞത്, അല്ലെങ്കിൽ ശരിയാടാ നീ പറഞ്ഞത്. അങ്ങനെയെങ്കിലും ആരെങ്കിലും ശരി പറഞ്ഞ് ഈ നെഗറ്റീവുകാരനെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അതിനെ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിത്തൂര കളയുക. അതിന്റെ തായ്വേരിനെ പോലും നിങ്ങൾ അറുത്തു കളഞ്ഞാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്റെ ചർച്ചിൽ വരുന്നവർ അനുഗ്രഹിക്കപ്പെട്ട എനിക്ക് കാണണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി രാവും പകലും പ്രാർത്ഥിച്ച് വിടുതൽ നടക്കുന്നില്ലെങ്കിൽ നാളെ ഇറങ്ങിയിട്ട് ആ ദൈവദാസനെ കൊല്ലത്തില്ലെന്ന് പറയരുത്. ആദ്യം അതിന്റെ അതിക്രമങ്ങളോ പാപങ്ങളോ പുറത്തുകളോ